ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. എല്ലാ കൂട്ടുകാർക്കും എച്ചുപോർട്ടിൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാളത്തെ 6ാം ക്ലാസ്സിൻ്റെ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ. ചോദ്യം നമ്പർ 1, देखिए ധനക് മേ മഴവില്ലിൽ കിത്തിനെ രംഗ് ഹോത്തെ ഹിം, എത്ര നിറങ്ങളുണ്ട്. മുനാസിബ് രംഗ് വരെയും, യോജിച്ച നിറങ്ങൾ നൽകൂ. ജുംല പൂരീകരെ, എന്നിട്ട് ജുംല പൂർത്തീകരിക്കാനാണ്. ധനക് മേ സാത്ത് രംഗ് ഹേ അല്ലേ, സാത്ത് രംഗ് 7 നിറങ്ങളുണ്ട്. ഇനി ഈ നിറങ്ങൾ വെച്ചിട്ട് നമ്മുടെ സെൻറ്റൻസ് തയ്യാറാക്കാൻ വരികയാണ്. ചോദ്യം ഇപ്രകാരമായിരിക്കും വരിക. देखिए ബാരിഷ് കാ മൗസം ഥാ, മഴക്കാലമായിരുന്നു. ശാലിനിനെ സ്കൂൾ ജാത്തെ വക്ത്, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആസ്മാൻ പർ, ആകാശത്തിൽ എന്ന് കണ്ടു. രംഗ് ബിരംഗ് ധനക് ദേഖി, പല വർണ്ണങ്ങളിലുള്ള മഴവില്ല് കണ്ടു. देखिए ധനക് മേ കിത്നെ രംഗ് ഹോത്തെ ഹി, മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ടായിരിക്കും. 5 7 8 6, നമുക്കറിയാലോ 7 ആണല്ലേ. നോക്കൂ, മുനാസിബ് രംഗ് ചുൻകർ ലിഖിയെ ജുംല പൂരാ കീജിയെ. ഇവിടെ ഡിസോർഡർ ആയിട്ട് നിറങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മഴവില്ലിൻ്റെ നിറങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെൻറ്റൻസ് പൂർത്തീകരിക്കുന്നു. നമ്മളെങ്ങനെ, ധനക് കാ പഹലാ രംഗ് ലാൽ ഹേ, ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. മറ്റൊരു ചോദ്യം ഇതാണ്. देखिए शाम को शालिनी अपने दोस्तों के साथ, വൈകുന്നേരം ശാലിനി തൻ്റെ സുഹൃത്തുക്കളോട് കൂടെ പൂലോം കെ ബാഹ്, പൂക്കളുടെ പൂന്തോട്ടത്തിലേക്ക് എന്താണ്, ബാഹ് ദേഖ്നെ കെ ലിയെ ഗയി, പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോയി. വഹാം ശാലിനിനെ, അവിടെ ശാലിനി മുഖ്തലിഫ് തരെ, പലതരത്തിലുള്ള പൂൽ ദേഖെ, പൂക്കൾ കണ്ടു. देखिए പൂലോം കെ രാജ കോൻ ഹെ, പൂക്കളുടെ രാജാവ് കോൻ ഹെ, പൂലോം കാ രാജ കോൻ ഹെ. സൂരജ്മുഖി, ഗുലാബ്, ചമേലി, ഗുഡഹൽ. ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ അറിയിക്കുക. പൂലോം കാ രാജ കോൻ ഹെ, പൂക്കളുടെ രാജാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? സൂരജ്മുഖി, ഗുലാബ്, ചമേലി, ഗുഡഹൽ. ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. देखिए बच्चों 4 फूलों के नाम लिखिए, 4 പൂക്കളുടെ പേര് എഴുതാൻ പഠിക്കുക. അതുപോലെ ആപ്കാ പസന്ദീദ പൂൽ കോൺസാ ഹെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലവർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പൂൽ കോൺസാ ഹെ, ഏതാണ്? പസന്ദീദ പൂൽ കെ ബാരെ മേ, ഇഷ്ടപ്പെട്ട ഫ്ലവറിനെ കുറിച്ച് ജുംല ലിഖി, ജുംല എഴുതാനുള്ള ചോദ്യം വരാം. ഓക്കെ, അടുത്ത് നോക്കൂ. അഗലേ ദിൻ ശാലിനി അബ്ബാജാൻ കെ സാത്ത് അപ്നെ ബായി കെ നാം ഹത്ത് ഭേജ്നെ കെ ലിയെ എന്താണ് ഡാക്ക് ഗർ ഗേ, എവിടേക്ക് പോയി? ഡാക്ക് ഗർ, പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ് അല്ലേ. അടുത്ത ദിവസം ശാലിനി തൻ്റെ അബ്ബാജാൻ്റെ കൂടെ അപ്നെ ബായി കെ നാം, തൻ്റെ സഹോദരൻ്റെ പേരിൽ ഹത്ത് ഭേജ്നെ കെ ലിയെ, ഹത്ത് അയക്കാൻ വേണ്ടിയിട്ട് ഡാക്ക് ഗർ ഗേ, പോസ്റ്റ് ഓഫീസിലോട്ട് പോയി. ബച്ചോ ഡാക്ക് ഗർ സെ ഹത്ത് കോൺ ലാത്താ ഹെ, ഡാക്ക്ഘറിൽ നിന്നും ഹത്ത് ആരാണ് കൊണ്ടുവരുന്നത്? ഡാക്കിയ, ഡോക്ടർ, കിസാൻ, പോലീസ് അല്ലേ. ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ അല്ലേടാ, ആരാ കൊണ്ടുവരുന്നത്? ഡാക്ക്ഘർ സെ, പോസ്റ്റ് ഓഫീസിൽ നിന്നും ഹത്ത് കോൻ ലാത്താ ഹെ, ഹത്ത് ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ്? ഡാക്കിയാണ് അല്ലേ. ഡാക്ക്ഘർ സെ താല്ലുക്ക് രഖ്നെ വാലെ ചന്ദ് അൽഫാസ് ലിഖിയെ, ഡാക്ക്ഘറുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ എഴുതാൻ പഠിക്കുക. ഓക്കെ അല്ലേ. ഡാക്കിയ, എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഡാക്കിയ, ഇത്തരത്തിലുള്ള പദങ്ങൾ നൽകിയിട്ട് നിങ്ങളോട് എന്ത് പറയാണ്? ഉൻ അൽഫാസ് കി മദദ് സെ, ഈ പദങ്ങളുടെ സഹായം കൊണ്ട് എന്താണ്, ജുംല ലിഖിയെ, ജുംല എഴുതിയാലും ഏതുപോലെ? ഡാക്ക്ഘർ മേ ഡാക്കിയ ഹെ, ഡാക്ക്ഘറിൽ ഡാക്കിയ ഹെ, പോസ്റ്റ്മാൻ ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ എന്താണ്, ജുംല തയ്യാറാക്കാൻ പറയുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചു വെക്കുക. ചോദ്യം എങ്ങനെയാണ്? ഡാക്ക്ഘർ സെ താല്ലുക്ക് രഖ്നെ വാലെ ചന്ദ് അൽഫാസ് ലിഖിയെ, ഡാക്ക്ഘറുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നിങ്ങൾ എഴുതുന്നു. ഉൻ അൽഫാസ് കി മദദ് സെ ചന്ദ് ജുംല ലിഖിയെ, കുറഞ്ഞ ജുംലകൾ തയ്യാറാക്കാൻ പറയുന്നു. എക്സാമ്പിൾ ഡാക്ക്ഘർ മേ ഡാക്കിയ ഹെ എന്നതുപോലെ എക്സാമ്പിൾ തയ്യാറാക്കുക. ഓക്കെ, ആൻസർ സെറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്. ശാലിനിനെ രാസ്തേ മേ തരഹ് ഗാഡിയാം ദേഖി, ശാലിനി വഴികളിൽ വെച്ചിട്ട് പലതരത്തിലുള്ള ഗാഡിയാം, വാഹനങ്ങൾ ഇങ്ങനെ ദേഖി, കാണുകയാണ്. പഹേലി പഠിക്കർ സഹി ഗാഡി കാ നാം ലിഖിയെ, മേ ദോ പഹിയോം വാലി ഗാഡി ഹും, ഞാൻ ദോ പഹിയോം, ഞാൻ രണ്ട് ചക്രമുള്ള വാലി ഗാഡി ഹും, വാഹനമാകുന്നു. ട്രിന്നിങ് കർത്തി ഹും, ഞാൻ ട്രിന്നിങ് ബെല്ലടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പോകുന്നു. സടക്കോ ബർ മേ ചൽത്തി ഹും, റോഡുകളിലൂടെ ഞാൻ പോകുന്നു. ബോലോ മേ കോൻ ഹും, പറയൂ ഞാൻ ആരാകുന്നു? സൈക്കിൾ, റിക്ഷ, ബസ്, കാറ്. ഇതേത് വാഹനമാണ്? ഈ ഒരു എന്താണ്, പഹേലി വായിക്കുന്ന സമയത്ത്, ഈ ഒരു പഴഞ്ചൊൽ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഏത് വാഹനമാണ് കിട്ടുന്നത്? സൈക്കിളാണ് അല്ലേ മക്കളെ. ഓക്കെ, പസന്ദീദ ഗാഡിക്ക് ബാരിമേ ചന്ദ് ജുംല ലിഖിയെ, ഇഷ്ടപ്പെട്ട വാഹനത്തെക്കുറിച്ച് ജുംല ലിഖിയെ, ജുംല എഴുതാനുള്ള സെൻറ്റൻസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേടാ.
ഓക്കെ, ഇനി നോക്കൂ. അതുപോലെ ബച്ചോ കഹാനി പാനി അൻമൂൽ ഹേ, ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാനി അൻമൂൽ ഹേ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ നാരായണൻ അവർ ചൗക്കിദാർ, നാരായണനും അതുപോലെ ചൗക്കിദാർ അവിടുത്തെ വാച്ച്മാനും തമ്മിലുള്ള ഗുഫ്തഗു തയ്യാർ കർക്കെ റൂൾ പ്ലേ കെ സരീഹെ പേഷ് കീജിയെ. നമ്മളുടെ എന്താ പറയുന്നത്, ഗുഫ്തഗു തയ്യാർ കീജിയെ, ഒരു ഗുഫ്തഗു സംഭാഷണം തയ്യാറാക്കാൻ പറയുന്നു. ചൗക്കിദാർ ചോദിക്കുന്നുണ്ട് ക്യാ ബാത്ത് ഹേ, എന്താണ് കാര്യം? വാച്ച്മാൻ ചോദിക്കണം അല്ലേ, എന്താ കാര്യം? അപ്പം നാരായണൻ ബായി തൊടാ പാനി പിലാ ദീജിയെ, എനിക്കൊരു അല്പം വെള്ളം കുടിക്കാൻ നൽകിയാലും അല്ലേ. ഇതിനൊക്കെ ആൻസർ വേണോ? നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലോട്ട് വന്നോളൂ. ഓക്കെ അല്ലേടാ, റെഡി അല്ലേ? ദിഗേ ഓക്കെ. ഇനി വരുന്ന മറ്റൊരു ചോദ്യമാണ്. നമുക്കൊരു പാരഗ്രാഫ് നൽകുന്നു. നീച്ചേക്ക് കഹാനി ഔർ സെ പഠേ, താഴെ തന്നിരിക്കുന്ന കഥ ശ്രദ്ധിച്ച് വായിക്കൂ. ഇഷാറോം കി മദദ് സെ, സൂചകങ്ങളുടെ സഹായം കൊണ്ട് ചന്ദ് സവാലാ തയ്യാർ കീജിയെ, ചില ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. അപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ഈ പദങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ക്യൂം എന്തുകൊണ്ട്, ക്യാ എന്ത്, കോൻ ആര്, ക്യാ ക്യാ എന്തെല്ലാം, കഹാം എവിടെ, കൈസെ എങ്ങനെ. ഇനി നമ്മൾ എന്തിരിക്കും നോക്കൂ, നമ്മൾ പാരഗ്രാഫ് വായിക്കുന്നു. നദിക്ക് കിനാരയേക്ക് പേട് ഥാ, നദിയുടെ അരികെ എന്തുണ്ടായിരുന്നു, ഒരു മരമുണ്ടായിരുന്നു. പേട് കറിയേക്ക് കബൂത്തർ രഹ്താദ, ഒരു പ്രാവ് താമസിച്ചിരുന്നു. നീച്ചയേക്ക് ചൂണ്ടി ബി രഹ്തിതി, താഴെ ഒരു ഉറുമ്പ് താമസിച്ചിരുന്നു. ദോനോം ഗഹ്രെ ദോസ്തേ, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഏക് ദിൻ വഹാം ഏക്ക് ശിക്കാരിയായ, അവിടെ ഒരു വേട്ടക്കാരൻ വന്നു. കബൂത്തർക്കോ പക്കടിനെ കെലിയെ, പ്രാവിനെ പിടിക്കാൻ വേണ്ടി. ശിക്കാരിനെ നിശാൻ ലഗായ, ആ വേട്ടക്കാരൻ എന്ത് ചെയ്തു, ഉന്നം പിടിച്ചു. ഏ ദേക്കർ ചൂണ്ടി ദൗഡ്കറായി, ഇത് കണ്ടിട്ട് ഉറുമ്പ് ഓടി വന്നു. അവർ ശിക്കാരിക്കോ പാവ് പർ, ആ വേട്ടക്കാരൻ്റെ പാവ് പർ കാൽപാദത്തിൽ എന്ത് ചെയ്തു, ജോർ സെ കാട്ടിലേക്ക് ശക്തിയോടുകൂടി കടിച്ചു. ശിക്കാരി ക നിശാൻ ചൂക്ക് ഗയ, ശിക്കാരിയുടെ ഉന്നം എന്ത് ചെയ്തു, ചൂക്ക് ഗയ തെന്നിപ്പോയി. കബൂത്തർ കി ജാൻ ബച്ച് ഗയി, കബൂത്തറിൻ്റെ ജീവൻ രക്ഷിച്ചു. കബൂത്തറിനെ ചൂണ്ടിക്കോ ശുക്രിയ അതാക്കിയ, പ്രാവ് എന്ത് ചെയ്തു, ഉറുമ്പിനോട് ശുക്രിയ അതാക്കിയ, നന്ദി പറഞ്ഞു. ഇനി ഇത്തരത്തിൽ ചോദ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പേട് കഹാം ഥ, മരങ്ങൾ എവിടെയായിരുന്നു. പേട് പെർ കോൻ രഹ്താദ, മരങ്ങളിൽ ആരാണ് താമസിച്ചിരുന്നത്. ഇത്തരത്തിലൊരു നാല് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ പഠിക്കുക എന്നതാണ്. ഓക്കെ. ഇത്തരത്തിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങളും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരുന്നുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഹുദാ ഹാഫിസ്, ബൈ.